ജിൽസി, വാർത്തകൾ എന്ന് പറയുമ്പോൾ ജിൽസി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇന്നിവിടെ തലസ്ഥാനത്ത് നടക്കുക ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ ഏറെക്കുറെ കളം പിടിച്ചു എന്നുള്ള ഒരു പ്രതീതിയുണ്ട് നിലവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ പ്രാഥമിക ഘട്ട ചർച്ചകൾ തുടങ്ങിയിരുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ചർച്ച, അതായത് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് നടക്കുകയാണ്. ഇതിനായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് AICC നിരീക്ഷകരും ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി യോഗം നടക്കും. ഇതിൽ ആലപ്പുഴ, വയനാട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ദേശീയ നേതൃത്വം കൂടി പ്രതികരിക്കേണ്ടതുണ്ട് അതിനോട്. കാരണം രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കേണ്ടുന്ന അല്ലെങ്കിൽ സിറ്റിംഗ് MP ആയിട്ടുള്ള ആൾ. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ളതിൽ ഒരു വ്യക്തത വേണം. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഒരു ഏകദേശ ധാരണയായിരിക്കും. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഒരു പാനൽ സമർപ്പിച്ച ശേഷം മാർച്ച് 2 കൂടിയിട്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ തോട്ടപ്പള്ളി കരിമണൽ ഖനന കേസാണ്. തോട്ടപ്പള്ളി സമരസമിതിക്കാരാണ് ഈ കരിമണലുമായി ബന്ധപ്പെട്ട് ലോകായുക്തയെ സമീപിച്ചത്. ആ കേസ് ഇന്ന് ഒരിക്കൽ കൂടി ലോകായുക്ത പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇത് പരിഗണിച്ച സമയത്ത് ഈ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ അഴിമതി നടന്നതായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ള ഒരു കണ്ടെത്തൽ ലോകായുക്ത നടത്തിയിരുന്നു. അത് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് എന്തൊക്കെ നിരീക്ഷണങ്ങളായിരിക്കും ലോകായുക്ത നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, കോൺഗ്രസിന്റെ ജനകീയ പ്രക്ഷോഭ യാത്ര എന്നവർ വിശേഷിപ്പിക്കുന്ന സമരാഗ്നിയുടെ സമാപന ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഇതിന്റെ സമാപനം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റും ഇതിൽ പങ്കെടുക്കും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ തയ്യാറെടുപ്പായിരുന്നു ഇത്. അതിന്റെ സമാപനമാണ് ഇന്ന് കുറിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് തിരുവനന്തപുരത്ത് പ്രധാനമായിട്ടും നടക്കാനുള്ളത്. കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് ഇന്ന് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി തുടരുന്നു എന്നുള്ളതാണ്. ഇതിൽ തൊഴിൽ മേഖലയിൽ നിന്നുള്ള ആളുകളുമായിട്ടാണ് മുഖ്യമന്ത്രി സംവദിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികൾ, ഒപ്പം തന്നെ തൊഴിൽ രംഗത്തെ പ്രമുഖർ എന്നിവരുമായി മുഖ്യമന്ത്രി ഒരു സംവാദം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം കൊല്ലം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷ് മുഖ്യമന്ത്രിയോടൊപ്പം ആദ്യമായി വേദി പങ്കിടുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയേക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. മറുവശത്ത് NK പ്രേമചന്ദ്രൻ MP ഇന്ന് വീടുകൾ സന്ദർശിച്ച പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് കൊല്ലത്ത് നടക്കുന്ന സംഭവം. ജിൽസി, ശരി ഹരി, എന്തായാലും തിരുവനന്തപുരത്തേക്ക് നോക്കുമ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസ്സിൽ തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം. അവർക്ക് വയനാടും ആലപ്പുഴയിലും ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. അതൊക്കെ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള വാർത്തകളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ഹരി, എന്തായാലും താങ്ക്